കോവിഡ് കാലത്ത് മരണസംഖ്യ മറച്ചുവെച്ചും ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുമൊക്കെ PR വർക്ക് നന്നായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഏറ്റെടുത്തിരുന്ന ആളുകൾക്കിപ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലല്ലോ. എല്ലാം സർക്കാർ പറയും എന്ന് പറഞ്ഞൊഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ടീച്ചർക്ക് അൾഷിമേഴ്സ് ബാധിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. കാരണം അവർക്ക് ഈ കഴിഞ്ഞ ദിവസം വരെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെ കോവിഡ് പിടിച്ച ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ന്യൂയോർക്കിൽ നിന്നും അതുപോലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ച് ടീച്ചറെ ഒരു കോഴ്സും മരുന്നെത്തിക്കാമോ എന്ന് വിളിച്ചതൊക്കെ ടീച്ചർ വികാര വിക്ഷുബ്ധതയോടുകൂടി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലോകമെമ്പാടും ഗ്രസിച്ച ഒരു വലിയ മഹാമാരിയായിരുന്നല്ലോ COVID-19. ആ സമയത്ത് കേരളം മാതൃക കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ ചില മാധ്യമപ്രവർത്തകർ ആകാശത്തോളം പൊക്കി ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ BBC-യിൽ വന്നു, CNN-ൽ വന്നു. അതൊക്കെ കേട്ട് നമ്മളൊക്കെ കോരിത്തരിച്ചിരിക്കുകയായിരുന്നു. ആളുകൾ തള്ളി മറിക്കുന്ന സമയത്ത് ഇവിടെ എന്തൊരു വലിയ കൊള്ളയാണ് നടത്തുന്നത്, എത്ര വലിയ അഴിമതിയാണ് നടത്തുന്നത് എന്ന കാര്യം ആ കോവിഡ് കെട്ടടക്കുന്ന സമയത്ത് തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് കണക്കുകൾ സഹിതം വിളിച്ചു പറഞ്ഞതാണ്. ഇതുപോലൊരു നാറിയ ഭരണം. പിന്നീട് VD സതീശനടക്കമുള്ള ആളുകൾ നിയമസഭയിൽ വളരെ ശക്തമായിട്ട് ഉന്നയിച്ചതാണ് ഈ PPE കിറ്റ് വാങ്ങുന്നുള്ള അഴിമതി, അതുപോലെ തെർമോമീറ്ററിലെ അഴിമതി, ഗ്ലൗസ് വാങ്ങുന്നുള്ള അഴിമതി, എത്രയധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞൊരു ശൈലിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. പുരക്ക് തീ പിടിക്കുന്ന സമയം നോക്കിയിട്ട് വാഴ വെട്ടുന്ന പരിപാടിയാണ് ഈ ടീച്ചറും സംഘവും കൂടി ഇവിടെ നടത്തിയത്. എന്നെ സംശയിക്കരുത്. സത്യത്തിൽ ടീച്ചർക്ക് ഇതിൽ എന്തെങ്കിലും പങ്കിടുന്ന വിചാരിക്കുന്നില്ല. അവർക്ക് മന്ത്രിസഭാ യോഗത്തിൽ പോയിരിക്കുകയും ചായ കുടിക്കുകയും അണ്ടിപ്പരിപ്പ് കഴിക്കുകയും ചെയ്യുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചേർന്ന മുഖ്യനും പുള്ളിയുടെ ചില കീഴ് സിൽബന്ധികളും ചേർന്ന് ഈ തട്ടിപ്പ് നടത്തിയതും അതിൻ്റെ ലാഭം എടുത്തതും അവരാണ്, കാരണഭൂതനും സംഘവും. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. ടീച്ചർ പാവം ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നുപോയി എന്ന് മാത്രവും. അവർ നിപ്പയെ തടഞ്ഞു, കോവിഡിനെ തടഞ്ഞു, അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധി കിട്ടി, അവരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ പുറത്തിറങ്ങി, പിന്നെ അതിൻ്റെ മലയാള പരിഭാഷ വരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ PR വർക്കാണ് അതിൻ്റെ അകത്ത് ആകെ പുള്ളിക്കാരി ചെയ്തത്. എൻ്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം. പിന്നെ അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് റമോൺ ബക്സാസെ അവാർഡ് കമ്മിറ്റി അവരെ തിരഞ്ഞെടുക്കാൻ ആലോചിച്ചു. അപ്പോഴത്തേക്കും കാരണഭൂതനും മരുമോനും കൂടി അത് മുടക്കി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടീച്ചർ എന്നേക്കാൾ കൂടുതൽ ഷൈൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അവർ ഇത്തവണ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും ചുരുക്കും അവർക്കുണ്ട്. സ്വാഭാവികം. ഇതൊക്കെയാണ് അവർ പറയുന്നതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട അർത്ഥതലങ്ങൾ. ഇതൊക്കെയാണ്. പണം കൈയിട്ട് വാരിയത് വേറെ ആളുകളാണ്, എനിക്കറിയില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? കൈയിട്ട് വാരിയത് വേറെ ആളുകളാണ്, എനിക്കറിയില്ല. സർക്കാർ പറയട്ടെ എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം. അതിൽ കൂടുതൽ അവർക്ക് പറയാൻ പറ്റില്ല, പാർട്ടി അച്ചടക്കം ഉള്ളതുകൊണ്ട്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന സമ്പ്രദായം പോലെയുള്ള ദുരന്തങ്ങളുടെ വേണ്ടി, അതുമല്ലെങ്കിൽ ഈ മഹാമാരി പൊട്ടി പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന കുറേ നികൃഷ്ടജീവികളുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രത്യേക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവിടെ ആക്രാന്ത ശിരോമണികളായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കാലാകാലങ്ങളായിട്ട് ഇതുപോലുള്ള കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാതെ കണ്ട അത്താഴപ്പട്ടിണിക്കാരോട് വന്നിട്ട് നമുക്കെന്ത് കാര്യം? ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം. എവിടെയാണ് മോഷ്ടിക്കാൻ പഴുത്, എവിടെയാണ് കൊള്ളയടിക്കാൻ സാധ്യത എന്ന് കണ്ടെത്തി അവിടെ ചാടി വീണ് അതിൽ നിന്ന് പരമാവധി ലാഭം അടിക്കുന്ന നീചന്മാരെ കൂട്ടും നികൃഷ്ട ജീവികളെ കൂട്ടും പണ്ട് മുതലേ കുപ്രസിദ്ധി നേടിയതാണ് വകുപ്പ്. തനിക്ക് എന്താ എല്ലാവരോടും പുച്ഛം? എങ്ങനെ പുച്ഛിക്കാതിരിക്കും? തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ, അവരെ ഗൈഡ് ചെയ്യുന്ന ബ്യൂറോക്രസി വിശ്വസിക്കാൻ വയ്യ. പുറകെ തന്നെയുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു മഹാമാരി ഇവിടെ നടമാടുന്ന സമയത്ത് ഈ സാധനങ്ങൾ കൂടിയ വിലക്ക് വാങ്ങിക്കുകയോ വാങ്ങിക്കുന്നതായിട്ട് രേഖ ഉണ്ടാക്കുകയോ ചെയ്താൽ, രേഖ ഉണ്ടാക്കിയതാണ്, ബാക്കി പൈസ ഇവർ പോക്കറ്റിലിടും എന്നാലും ആർക്കറിയാൻ പാടുള്ളത്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. അതാണ് പച്ചക്കറി കച്ചവടക്കാരനൊക്കെ പെട്ടെന്ന് ഗ്ലൗസിൻ്റെ അല്ലെങ്കിൽ തെർമോമീറ്ററിൻ്റെ വിതരണക്കാരനായിട്ട് മാറിയത്. കാരണം ആ തെർമോമീറ്റർ എന്ന് വെച്ചാൽ അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്ന് അറിയണമെന്നൊന്നും നിർബന്ധമില്ല.
കാരണം ഇതൊക്കെ പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടി നടത്തുന്ന പലവിധ തട്ടിപ്പുകളാണ്. ഇപ്പം നാളെ തൊട്ട് CPM-കാർ പറയും CAG-ക്ക് കണക്കറിയാൻ പാടില്ല. അന്നത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ മനുഷ്യർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില ത്യാഗങ്ങൾ നമ്മുടെ സർക്കാരിന് ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് പറയും. അത് ഗോവിന്ദ മാഷ് ആദ്യം പറയും, പിന്നെ ബാക്കി സഹായകന്മാരെ കേട്ട് പറയും, ബാലനടക്കമുള്ള ആളുകൾ. അത് പറഞ്ഞ് നമ്മളെയൊക്കെ വീട്ടികളാക്കും. അതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ പുറകിൽ വലിയ അഴിമതിയുണ്ട്, വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്ന കാര്യം സകല ആളുകൾക്കും അറിയാം. ഇപ്പോൾ ആദ്യം മുതലേ അതുള്ളതാ. കോവിഡ് പർച്ചേസിനെ കുറിച്ച് അന്വേഷണം വന്നപ്പോൾ, അഴിമതി ആരോപണം വന്നപ്പോൾ കമ്പ്യൂട്ടറുകൾ പോലും അപ്രത്യക്ഷമായത് നാം കണ്ടതാണ്. ചില ആളുകളുടെ ലാപ്ടോപ്പിൽ ചില പ്രധാനപ്പെട്ട പർച്ചേസുകൾ ലാപ്ടോപ്പിലൂടെ നടന്നത് കണ്ടതാണ്. അത് പിന്നെ കണ്ടെടുക്കാനാവാത്ത വിധം അപ്രത്യക്ഷമായത് കണ്ടതാണ്. പല ആരോപണങ്ങളായും വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളായും മാത്രം നിന്നിടത്ത് CAG-യുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അപ്പോഴും കൃത്യമായ മറുപടി പറയാതെ ഈ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു നേതാക്കൾ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ശ്രീ ബിനു, നിശ്ചയമായും. കാരണം ആദ്യ സമയം മുതൽ തന്നെ വ്യത്യസ്ത നിറങ്ങളിലും സൈസിലുമുള്ള ക്യാപ്സ്യൂളുകൾ ഈ വിഷയത്തിൽ CPM ഇറക്കുന്നുണ്ടായിരുന്നു. നമ്മളെയാണല്ലോ മച്ചമ്പി. അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി KK ശൈലജ ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള നിരവധി ക്യാപ്സ്യൂളുകൾ ആ സമയം മുതൽ തന്നെ വാരി എറിയുന്നത് നമ്മൾ കണ്ടതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് നല്ല ചുവന്ന ക്യാപ്സ്യൂൾ, അസാധാരണ സാഹചര്യത്തിലെ അസാധാരണ നടപടി എന്ന നിലയ്ക്കായിരുന്നു. അന്ന് ആ കോവിഡ് സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പർച്ചേസ് ആയിക്കോട്ടെ, സ്പ്രിംഗ്ലർ ഇടപാടായിക്കോട്ടെ, ഏത് കാര്യവും അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിനെ നേരിടുന്നതിന് വേണ്ടി മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു നടപടി, PPE കിറ്റ് വാങ്ങുന്നതിൽ പോലും അത് അഴിമതിയല്ല മറിച്ച് പരിഗണനയാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ CAG റിപ്പോർട്ട് നമ്മൾ വായിച്ച് നോക്കുകയാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അസാധാരണ സാഹചര്യത്തിലുള്ള ആസൂത്രിത കൊള്ള എന്ന നിലയ്ക്കാണ് ഇത് നടന്നിരിക്കുന്നത് എന്നാണ്. എൻഗേജ് ചെയ്തിരിക്കുന്നത് വളരെ എക്സോർബിറ്റഡ് ആയിട്ടുള്ള പ്രൈസ് ആണല്ലോ PPE കിറ്റിന് എന്ന് ചോദിക്കുന്ന സമയത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി KK ശൈലജ അതിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടു കൂടി അന്ന് പറഞ്ഞതായി തോന്നിയത് ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ് എന്നാണ്. ഇത് തൻ്റെ മാത്രം തീരുമാനമല്ല, മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് എന്നാണ്. അയ്യോ, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇവിടെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ഒന്നും നോക്കണ്ട, കാശെടുത്ത് വീശിക്കോ എന്ന രീതിയിലത്തേക്ക് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് ശൈലജ ടീച്ചറിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിരിക്കത്തേ ഉള്ളൂ. ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. അന്ന് അതിനോടൊപ്പം തന്നെ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന പല തള്ളുകൾ എന്ന് സോഷ്യൽ മീഡിയ പിന്നീട് വിശേഷിപ്പിച്ച പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അല്പം മുമ്പ് പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒരു മരുന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ അവിടെ മാസ്ക് കിട്ടാനില്ല, തുടങ്ങിയ പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ എന്ത് ചെയ്തു കഴിഞ്ഞാലും കോവിഡിന്റെ മരണക്കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം നമ്മുടേതാണ് എന്നതൊരു വസ്തുതയാണ്. 2.5 ലക്ഷം PPE കിറ്റ് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് സാധാരണ എത്രയാകുമായിരുന്നു അതിനേക്കാൾ 1.23 കോടി രൂപയോ മറ്റോ കൂടുതലാണ് എന്ന നിലയ്ക്കാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. അന്ന് KK ശൈലജ പ്രതിപക്ഷം ഉയർത്തുന്ന അഴിമതി ആരോപണങ്ങളെ ചെറുക്കാൻ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റുകാരിയും മുന്നോട്ട് വരണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇനി CAG-യെ ചെറുക്കാൻ മുന്നോട്ട് വരണം എന്ന ആഹ്വാനം ഉണ്ടാകാനിടയുണ്ടല്ലോ. സംശയിക്കാൻ എന്തിരിക്കുന്നു? അത് തീർച്ചയല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഈ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തി 103 കോടി തട്ടി സർക്കാരിൻ്റെ വിജിലൻസ് വിഭാഗം സഹകരണ വകുപ്പ് കണ്ടെത്തിയതിന് ശേഷം പോലും അവിടെ എൻഫോഴ്സ്മെൻറ്റുകാർ പരിശോധനയ്ക്ക് വന്നപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും തൃശ്ശൂർ പട്ടണത്തിൽ സിമ്പോസിയം വിളിച്ചു ചേർക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മുടെ സുഹൃത്ത് സുനിൽകുമാർ തോറ്റുപോയത്. ചോദിച്ചു മേടിച്ചതാ സാർ. ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ അധികം CPM-കാർ CPI-കാരായിരുന്നു. അവരെ പുച്ഛിക്കുന്ന പരിപാടിയായിരുന്നു കേന്ദ്ര ഏജൻസിക്കെതിരെ നടത്തിയ സമരം. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റിനെതിരെ സമരം നടത്താമെങ്കിൽ CAG-ക്കെതിരായിട്ടും സമരം നടത്താവുന്നേ ഉള്ളൂ. വലിയ പ്രതിഷേധം നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കും. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇത്ര വലിയ ഒരു ഗൂഢാലോചന ഈ നാട്ടിൽ നടക്കുമ്പോൾ ഇല്ലേ, മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാപ്രകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി അടുത്ത സമയത്ത് അല്ലെങ്കിൽ SFI-കാർ അനിശ്ചിതകാല പഠിപ്പ് മുടക്കിനും കൂടി ആഹ്വാനം ചെയ്തത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ
ഡിവൈഎഫ്ഐയും ഒക്കെ ഇതിൻ്റെ മുൻകൈ ഏറ്റെടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കേരളത്തിലെ കോടാനുകോടി ആളുകളെ കോവിഡ് മഹാമാരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിച്ച സഖാവ് പിണറായി വിജയനും സഖാവ് ശൈലജ ടീച്ചർക്കും എതിരായിട്ട് ഒരു മാഫിയ സംഘം ആരോപണം ഉന്നയിക്കുമ്പോൾ CAG പോലൊരു സംവിധാനം അത് ഏറ്റുപിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഓരോ സഖാവിനും ഉണ്ട്. നാളെ ദേശാമാരിയുടെ മുഖപ്രസംഗം നോക്കിക്കോളൂ. അതിൽ ഈ കൈരളി ചാനലിൽ വരുന്ന വാർത്തകളുടെ ഒരു സ്വഭാവം നോക്കിക്കോളൂ. നാളെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വരുന്ന സാംസ്കാരിക നായകന്മാരുടെയും നായികമാരുടെയും ലിസ്റ്റ് നോക്കിക്കോളൂ. അവർക്ക് ആർക്കൊക്കെ വരും കൊല്ലങ്ങളിൽ അക്കാഡമി അവാർഡ് കിട്ടും, എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടും എന്ന് നോക്കിക്കോളൂ. സംഗതിയുടെ കിടപ്പുവശം വളരെ വ്യക്തമാണ്. ഈ പരിപ്പൊന്നും സഖാക്കളുടെ അടുത്ത് വേവുകയില്ല. ഇവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ.